വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ RRB JE CBT 2ന്റെ ജനറൽ അവയർനെസ് സെക്ഷനാണ് നോക്കുന്നത്. സയൻസും ജനറൽ അവയർനെസ്സും കൂടി ചേർത്തിട്ടാണ് നോക്കുന്നത്. വെൻ വാസ് ദ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സെറ്റപ്പ്? എന്നായിരുന്നു ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സെറ്റപ്പ് ആയത് എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്നായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനി സെറ്റപ്പ് ചെയ്തത്? 1664 ഈസ്റ്റ് ഇന്ത്യ കമ്പനി സെറ്റപ്പ് ചെയ്തത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ദ സ്മാളസ്റ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി? തന്നിരിക്കുന്നവയിൽ സ്റ്റോറേജ് കപ്പാസിറ്റി ഏറ്റവും ചെറുതായിട്ടുള്ളത് ഏതാണ്? ഫ്ലോപ്പി ഡിസ്കിനാണ് സ്റ്റോറേജ് കപ്പാസിറ്റി ഏറ്റവും ചെറുതായിട്ടുള്ളത്. വിച്ച് പ്ലാനറ്റ് ഈസ് കോൾഡ് എർത്ത് ടിൻ സിസ്റ്റർ? എർത്തിന്റെ, ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്നത് ഏതാണ്? ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്നതാണ് വീനസ്. വീനസ് ആണ് ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്നത്. റെഡ് സ്പോട്ട് കാണപ്പെടുന്ന ഏതിനകത്താണ്? മാർസിനകത്താണ് റെഡ് സ്പോട്ട് കാണപ്പെടുന്നത്. വേർ ഈസ് ഗൾഫ് ഓഫ് മാന്നാർ മറൈൻ നാഷണൽ പാർക്ക് ലൊക്കേറ്റഡ്? എവിടെയാണ് ഗൾഫ് ഓഫ് മാന്നാർ മറൈൻ നാഷണൽ പാർക്ക് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. കർണാടകയിലുള്ള ഒരു ടൈഗർ റിസർവ് ഏതായിരുന്നു? ബന്ദിപ്പൂർ ടൈഗർ റിസർവ് എവിടെയാണെന്ന് ചോദിക്കാറുണ്ട്. അതെവിടെയാണ്? കർണാടകത്തിലാണ്. ഗിർ നാഷണൽ പാർക്ക് എവിടെയാണ്? ഗിർ നാഷണൽ പാർക്ക് ഗുജറാത്തിലാണ്. ഗിർ നാഷണൽ പാർക്ക് ഗുജറാത്ത്. കർണാടകയില് ബന്ദിപ്പൂർ ടൈഗർ റിസർവ്, നീലഗിരി ടൈഗർ റിസർവ് ഒക്കെ കേരളത്തിലാണ്. തമിഴ്നാട്ടിലാണ് എന്ത്? ഗൾഫ് ഓഫ് മാന്നാർ മറൈൻ നാഷണൽ പാർക്ക് ഉള്ളത്. Which of the following scientists rediscovered DDT in 1939? DDT 1939 റീഡിസ്കവർ ചെയ്തതാരാണ്? പോൾ ഹെർമൻ മുള്ളർ. When is ozone day observed? ഓസോൺ ഡേ ഒബ്സർവ് ചെയ്ത ദിവസം എന്നാണ്? സെപ്റ്റംബർ 16 ഓസോൺ ഡേ ഒബ്സർവ് ചെയ്തത്. സെപ്റ്റംബർ 16. The material used for making optic fiber cable in general? ഏതാണ് ഒപ്റ്റിക് ഫൈബർ കേബിൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ? ട്രാൻസ്പെറന്റ് പ്ലാസ്റ്റിക് ആണ്. ഒപ്റ്റിക് ഫൈബറിന്റെ അകത്ത് നടക്കുന്ന ആ ഒരു ഫിനോമിനൻ ഏതാണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. Who among the following construct the കൈലാസനാഥ ടെമ്പിൾ അറ്റ് കാഞ്ചി? കാഞ്ചിയിലെ കൈലാസനാഥ ടെമ്പിൾ പണി കഴിപ്പിച്ചത് ആരാണ്? നരസിംഹവർമ്മൻ സെക്കൻഡ് ആണ് കൈലാസനാഥ ടെമ്പിൾ കാഞ്ചിയിൽ പണി കഴിപ്പിച്ചത്. കുപ്പുസ്വാമി നായിഡു ട്രോഫി ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് സ്പോർട്സ്? കുപ്പുസ്വാമി നായിഡു ട്രോഫി ഏതുമായിട്ട്? ഹോക്കിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കുപ്പുസ്വാമി നായിഡു ട്രോഫി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫുട്ബോളുമായിട്ട് റിലേറ്റ് ചെയ്ത അതാണ് എന്തൊക്കെയെന്ന് പറയുന്നത്? ഫുട്ബോളുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് എന്ത്? റോവേഴ്സ് കപ്പ്, ഡ്യൂറന്റ് കപ്പ്, FA കപ്പ്, അതുപോലെ തന്നെ IFA ഷീൽഡ്. അതെല്ലാം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഫുട്ബോളുമായി ബന്ധപ്പെട്ട ട്രോഫികളാണ്. Constellation Cassiopeia has a shape of distorted English alphabet. Which alphabet is it? ഏതാണ്? W അല്ലെങ്കിൽ M. Which of the following is not considered to be a computer peripheral device? കമ്പ്യൂട്ടറിന്റെ ഒരു പെരിഫറൽ ഡിവൈസ് ആയിട്ട് കൺസിഡർ ചെയ്യാത്തത് ഏതാണ്? CPU ആണ്. ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നതാണ്. ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ ആണ് എന്തെന്ന് പറയുന്നത്? CPU, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ആണ്. കളരിപ്പയറ്റ് എന്ന് പറയുന്ന മാർഷ്യൽ ആർട്ട് ഫോം ഓഫ് എവിടെയാണ്? കേരളത്തിലെയാണ്. കേരളത്തിലെ ഒരു മാർഷ്യൽ ആർട്ട് ഫോം ആണെന്ന് പറയുന്നത് കളരിപ്പയറ്റ് എന്ന് പറയും. അതുപോലെ ചാവ് എന്ന് പറയുന്നത് മണിപ്പൂരിലും ഒക്കെയുള്ള ഒരു കളരിപ്പയറ്റ് ട്രഡീഷണൽ ഒരു മാർഷ്യൽ ആർട്ടാണ്. ട്രഡീഷണൽ. അതിപ്പം 9ാമതായിട്ട് മിനിസ്ട്രി ഓഫ് കൾച്ചർ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസിക്കൽ ഡാൻസ് ഫോമിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡാൻസ് ഫോമാണ് ചാവ്. ഇത് ഒരു മാർഷ്യൽ ആർട്ട് ഫോമാണ് ചാവ് എന്ന് പറയുന്നത്.
നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലാണ് കൂടുതലും കാണപ്പെടുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മറൈൻ പൊല്യൂട്ടന്റ്? മറൈൻ പൊല്യൂട്ടന്റ് അല്ലാത്തത് ഓയിൽ ഉണ്ട്, പ്ലാസ്റ്റിക് ഉണ്ട്, ഡിസോൾഡ് ഓക്സിജൻ ഉണ്ട്. ഇതിനകത്ത് മറൈൻ പൊല്യൂട്ടന്റ് അല്ലാത്തത് ഏതാണ്? ഡിസോൾഡ് ഓക്സിജൻ ആണ് മറൈൻ പൊല്യൂട്ടന്റ് അല്ലാത്തത്. When did Bihar bifurcate from Bengal and some parts of Chota merge into Bengal? ഏത് വർഷമാണ്? 1912. ബംഗാൾ വിഭജന പാർട്ടീഷൻ ഓഫ് ബംഗാൾ എന്നായിരുന്നു. പാർട്ടീഷൻ ഓഫ് ബംഗാള് 1905 ഏത് വൈസ്രോയി? ലോർഡ് കാനിങ് ആയിരുന്നു. 1911 അത് വീണ്ടും മെർജ് ചെയ്തു. ഹാർഡിഞ്ച് സെക്കൻഡിന്റെ കാലത്തായിരുന്നു. With which of the following game is the term ground stroke is associated? ഗ്രൗണ്ട് സ്ട്രോക്ക് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ടെന്നീസുമായിട്ടാണ്. To produce sound waves of different pitch, objects of different sizes and conditions are made to vibrate different frequencies. Different pitch എന്തിനനുസരിച്ചിട്ടാണ് വേരി ചെയ്യുന്നത്? ഫ്രീക്വൻസിക്ക് അനുസരിച്ചിട്ടാണ് വേരി ചെയ്യുന്നത്. ലൗഡ്നെസ് വേരി ചെയ്യുന്നത് ആംപ്ലിറ്റ്യൂഡിനനുസരിച്ചിട്ടാണ്. ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയറിന് പ്രൊപ്പോർഷനാണ് ലൗഡ്നെസ് എന്ന് പറയുന്നത്. Centripetal force required to keep the moon in its orbit is provided by which force? ഏത് ഫോഴ്സ് ആണ്? മെക്കാനിക്കൽ ഫോഴ്സ്. സോറി ഇതേതാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് എർത്ത് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് എർത്ത്. Which of the following have the same unit meter per second? സ്പീഡിനും വെലോസിറ്റിക്കുമാണ് എന്തെന്ന് പറയുന്നത്? സ്പീഡ് എന്ന് വെച്ചാൽ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പൊ എന്താ വരും? മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. Humidity is the amount of dash present in air. Water vapor present in air. A gas jar contain 1.7 gram of ammonia gas. Calculate the number of mole present in the gas jar. 1.7 gram of ammonia gas ഉണ്ട്. NH3 ആണ്. നൈട്രജൻ 14 പ്ലസ് 3 17 ആണ് മോളിക്കുലർ മാസ്. 17/1.7 വരും. 17/1.7 ആണ്. Okay, given mass by molecular mass ആണ് നോക്കുന്നത്. So 1.7/17 വരും. അപ്പൊ നമുക്ക് ഇവിടെ 17 1.10.1 മോൾ ആണ് വരുന്നത്. Which of the following changes takes place when fats and oils are oxidized? Fats, oils ഒക്കെ oxidize ചെയ്യുമ്പോൾ എന്തുണ്ടാകുന്നു? They become better in taste. They become rancid and their smell and taste change. അപ്പൊ ഈ റാൻസിഡിറ്റി ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഗ്യാസ് ഉണ്ട്, റാൻസിഡിറ്റി. അതായത് ഈ ചിപ്സ് ഒക്കെ ഓക്സിജനുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നിട്ട് അതിന്റെ സ്മെല്ല് ടേസ്റ്റ് ഒക്കെ ചേഞ്ച് ചെയ്യാതിരിക്കാൻ വേണ്ടി റാൻസിഡിറ്റി എന്ന് പറയുന്നത് പ്രോസസ്സിനെ, ആ റാൻസിഡിറ്റി ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ നൈട്രജൻ ഗ്യാസ് ആണ് ഫില്ല് ചെയ്യുന്നത്. ഏത് ഗ്യാസ് ആണ്? നൈട്രജൻ ഗ്യാസ് ആണ് ഫില്ല് ചെയ്യുന്നത്. Give an example of metal which is liquid at room temperature. ഏതാണ്? മെർക്കുറി ആണ്. യൂണിറ്റ് ഓഫ് കറണ്ട്, കറണ്ടിന്റെ യൂണിറ്റ് ആംപിയർ ആണ്. Which of the following damages building by corroding them slowly? ഏതാണ്? ആസിഡ് റെയിൻ ആണ്. ആസിഡ് റെയിൻ ഉണ്ടാകുന്ന എന്തൊക്കെ കൊണ്ട്? സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡും ഒക്കെയാണ് ആസിഡ് റെയിന് കാരണമാകുന്നത്. What are the product of neutralization?
റിയാക്ഷൻ, ന്യൂട്രലൈസേഷൻ റിയാക്ഷന്റെ പ്രോഡക്റ്റ് എന്തൊക്കെയാണ്? സാൾട്ടും വാട്ടറും ആണ്. ബേസും ആസിഡും കൂടെ ചേർന്ന് സോൾട്ടും വാട്ടറും ഉണ്ടാവുന്നു. ഇതിനെയാണ് നമ്മൾ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ NaOH plus HCl gives NaCl plus H2O. Okay, thank you.